മലപ്പുറം പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് മറിയം അതുപോലെ തന്നെ ജാഫർ മുസ്ലിയാർ എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ജാഫർ മുസ്ലിയാർ ആണെങ്കിൽ ഒരു പള്ളിയിലെ ഉസ്താദും കാര്യങ്ങളൊക്കെയാണ്. മറിയം ആണെങ്കിൽ വീട്ടിൽ തന്നെയാണ് ഹൗസ് വൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവർക്ക് ഈ രണ്ടുപേർക്കും ചേർന്നുകൊണ്ട് തന്നെ 3 കുട്ടികളാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2007 ഡിസംബർ 27 അന്ന് ശനിയാഴ്ച തന്നെ 3 മക്കൾക്കും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പോകുന്നത്. വീട്ടിൽ നിന്ന് 3 മക്കളും സ്പെഷ്യൽ ക്ലാസ്സിന് വേണ്ടി സ്കൂളിലോട്ട് പോവുകയും ചെയ്തു. ഉച്ചക്ക് വരുമെന്നായിരുന്നു 3 മക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മൂത്ത മകനായ ആഷിക്ക് 12:30 വീട്ടിലോട്ട് എത്തുകയും ചെയ്തു. 12:30 വീട്ടിലെത്തിയതിനു ശേഷം മുമ്പത്തെ വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു തരത്തിൽ തന്നെ മുമ്പത്തെ വാതിൽ തുറന്നു വരുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഉമ്മ അവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പുറകു വശത്ത് കൂടെ ചേർന്നുകൊണ്ട് തന്നെ വീട്ടിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പുറകു വശത്തോട്ട് പോവുകയും പിന്നീട് പുറകു വശത്തെ വാതിൽ തുറക്കുകയും ചെയ്തു. പുറകു വശത്തെ വാതിൽ പുറകിൽ നിന്നും കുറ്റിയിട്ട രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. ആ കുറ്റി തുറന്നതിന് ശേഷം ആഷിഖാണ് വീട്ടിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചതിന് ശേഷം ഹാളിലോട്ട് പോവുകയാണ്. ഹാളിലോട്ട് പോയപ്പോൾ ആഷിഖിന് കാണാൻ കഴിഞ്ഞത് ഇവന്റെ സ്വന്തം ഉമ്മയായ മറിയം അവിടെ ചോരയിൽ കുളിച്ച് മരണപ്പെട്ട നിലയിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇവൻ കൂക്കിയിട്ട് ഒച്ച ഉണ്ടാക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തോട്ട് അവിടെയുള്ള നെയ്ബേഴ്സ് എല്ലാം ഓടി വരികയും ചെയ്തു. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അധികം ഡെഡ് ബോഡിയുടെ പക്കലൊന്നും അവിടെയുള്ള ആളുകൾ പോയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പോലീസിനോട് ഇൻഫർമേഷൻ പറയുകയും ചെയ്തു. ആ സ്ഥലത്തോട്ട് പോലീസുകാർ എത്തുകയും പിന്നീട് ഡെഡ് ബോഡി റിക്കവറി ചെയ്തതിന് ശേഷം ഓട്ടോപ്സിക്ക് വേണ്ടി അയക്കുകയും ചെയ്തു. ഓട്ടോപ്സിക്ക് വേണ്ടി അയക്കുകയും ചെയ്തതിന് ശേഷം ആഷിഖിന്റെ മൊഴിയെടുപ്പും കാര്യങ്ങളും പോലീസുകാർ എടുക്കുകയും ചെയ്തു. ഇവൻ സ്കൂളിൽ നിന്ന് സ്പെഷ്യൽ ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 12:30 വീട്ടിലോട്ട് വന്നു. 12:30 വീട്ടിലോട്ട് വന്നിട്ട് നോക്കുന്ന ടൈമിൽ ഉമ്മാന്റെ പേര് വിളിച്ച് ഞാൻ ഉമ്മാനെ അന്വേഷിക്കുകയും ചെയ്തു. ഉമ്മയാണെങ്കിൽ അനങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ മുമ്പത്തെ വാതിൽ ഞാൻ തുറക്കാൻ ശ്രമിച്ചപ്പോൾ മുമ്പത്തെ വാതിൽ തുറന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ പുറകുവശത്തോട്ട് പോവുകയും ചെയ്തു. പുറകുവശത്തെ വാതിലാണ് പുറകിൽ നിന്ന് കുറ്റിയിട്ട രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. അതൊക്കെ കൊണ്ട് തന്നെ അവിടെ നിന്നും വാതിൽ തുറന്ന് ഞാൻ അകത്തോട്ട് പ്രവേശിച്ചപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോലീസുകാർക്ക് അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ തന്നെ ഈ മറിയം എന്ന് പറയുന്ന സ്ത്രീയുടെ തല പുറകുവശത്തായിട്ട് അതായത് ചുമലിൻ്റെ അകത്ത് ചേർന്ന് അടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അവിടെ നിന്ന് കത്തി കൊണ്ട് തന്നെ കറുത്തറുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു. അത് അവിടെ തന്നെ ഒരു കൂട്ടാൻ മുറിക്കുന്ന കത്തിയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കള്ളനായാലും കൊലപാതകയോ എല്ലാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് പുറത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ടൂൾസും കാര്യങ്ങളും വീട്ടിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആരെങ്കിലും ആയിരിക്കും കൊലപാതകി എന്ന തരത്തിൽ തന്നെ പോലീസുകാർ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അതുമാത്രമല്ല തൊട്ടടുത്തുള്ള അയൽവാസിയുടെ പക്കൽ പോലീസുകാർ പോയി സംസാരിച്ച ടൈമിൽ 11:30 ടൈമിൽ തന്നെ ഇവർ ഇത്തരത്തിൽ തന്നെ മറിയും പോയിട്ട് അവരുടെ പക്കൽ പോയി സംസാരിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ 11:30ക്കും 12:30ക്കും ഇടയിലാണ് ഈ കൊലപാതകം നടന്നത് എന്ന രീതിയിലുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. ഈ കേസിനെ പറ്റി യാതൊരു വിധത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിക്കാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ ഒന്നും കൂടി ആഷിഖിന്റെ മൊഴിയെടുപ്പും കാര്യങ്ങളും നടത്തുകയാണ്. ആഷിഖിനോട് പറയുകയാണ് നീ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്ന രീതിയിൽ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് ആഷിഖ് പറഞ്ഞത് പുറകു വശത്തെ ഡോറ് ഞാൻ തുറന്ന ടൈമിൽ എൻ്റെ കൈ ചോര പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പോലീസുകാരും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആ സ്ഥലത്തോട്ട് പോവുകയും പിന്നീട് അവിടെ നിന്നും ആ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുകയും ചെയ്തു. ഈ കൊലപാതകം ചെയ്തു പോയ കൊലയാളിയുടെ കയ്യിൽ നിന്നും ആയ രക്തമാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഈ മറിയത്തിന്റെ ബ്ലഡ് അല്ലെങ്കിൽ ഈ കൊലയാളിയുടെ തന്നെ ബ്ലഡ് ആയിരിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം ബ്ലഡ് സാമ്പിളും കാര്യങ്ങളും മറിയത്തിന്റെ ബ്ലഡ് സാമ്പിളും കാര്യങ്ങളുമായി DNA മാച്ച് ചെയ്ത് നോക്കുകയും ചെയ്തു. അപ്പോൾ ഈ 2 DNA കൂടി മാച്ച് ആയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് കൊലയാളിയുടെ DNA കാര്യങ്ങളുമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ ഒരു ടീമിനെ രൂപീകരിക്കുകയാണ്. ആ ടീം ഇങ്ങനെയായിരുന്നു. ട്രെയിനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇപ്പം പുതിയതായിട്ട് പോലീസിൽ വന്നിട്ടുള്ള ആൾക്കാരെ മുഴുവനായി ചേർന്നുകൊണ്ട് തന്നെ ഒരു ടീമും കാര്യങ്ങളും രൂപീകരിച്ചു. അതും പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാരെ എല്ലാം ഒഴിവാക്കിയിട്ടായിരുന്നു ഈ ടീമും കാര്യങ്ങളും രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. മഫ്തിയിൽ വന്നതിന് ശേഷം അവിടെയുള്ള ആൾക്കാരെല്ലാം പക്കൽ പോയിട്ട് ഇത്തരത്തിൽ തന്നെ ഈ കൊലപാതകത്തിനെ പറ്റിയിട്ട് വിവിധ തരത്തിലുള്ള അന്വേഷണ കാര്യങ്ങൾ നിങ്ങൾ നടത്തി നോക്കുക. അതുപോലെ തന്നെ ആൾക്കാരുടെ കൈ പിടിച്ച് നിങ്ങൾ ഷെയ്ക്കാൻ്റെ കാര്യങ്ങൾ അമർത്തി തന്നെ കൊടുക്കണം. അതായത് ഈ അമർത്തി കൊടുക്കുന്ന ടൈമിൽ വലത്തെ കയ്യിലോ അല്ലെങ്കിൽ ഇടത്തെ കയ്യിലോ മുറിയുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുഴുവനായി നോക്കണം എന്ന തരത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെ നിന്ന് ഈ മഫ്തിയിൽ വന്ന പോലീസുകാർ മുഴുവൻ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ ഇത്തരത്തിൽ തന്നെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിനിടയിൽ തന്നെയാണ് ഈ മഫ്തിയിൽ വന്നൊരു പോലീസുകാരൻ ഒരാളുടെ കൈ പിടിച്ച് ഇത്തരത്തിൽ തന്നെ അമർത്തിയപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൈ പിടിച്ച് വലിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം
അതിനുശേഷം അദ്ദേഹം കൈ പിടിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ വ്യക്തി ആരാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർ അന്വേഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് ജാഫർ എന്നായിരുന്നു. അന്നേരം ജാഫറിനെ വിളിച്ച് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ജാഫറിനെ മാത്രം വിളിക്കുകയാണ്. ജാഫറിന് എന്തെങ്കിലും തരത്തിലുള്ള സംശയവും കാര്യങ്ങളും ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ വേറെയും ഒരു 60 ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്ന രീതിയിൽ തന്നെ അവിടത്തേക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം ജാഫറിനെ വിളിച്ച് ക്വസ്റ്റ്യൻ കാര്യങ്ങളും ചെയ്യുകയാണ്. അതിനിടയിൽ തന്നെ പോലീസുകാർ ചോദിക്കുകയാണ് കൈക്ക് എന്താണ് പറ്റിയത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അത് ബസ് കയറിയപ്പോൾ ബസ്സിനിടയിൽ കൈ ഇറങ്ങിയതാണ് എന്ന തരത്തിൽ തന്നെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. അവിടെയുള്ള ബസ് ഏതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ ചോദിച്ച് മനസ്സിലാക്കുകയും ഇവന്റെ പക്കൽ തന്നെ ചെയ്തു. ആ ബസ്സിന്റെ പേര് ഇവ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മറിച്ച് ആ ബസ് നോക്കുകയാണെങ്കിൽ കയറ് വെച്ച് കെട്ടിയ രീതിയിലാണ് ഡോറും കാര്യങ്ങളും ഉള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ കൈ കുടുങ്ങിയിട്ട് ഇത്തരത്തിലുള്ള ഒരു മുറിവ് പറ്റാനുള്ള യാതൊരു തരത്തിലുള്ള ചാൻസും കാര്യങ്ങളും ഇല്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ നോക്കിയപ്പോഴാണ് കാണാൻ കഴിഞ്ഞത് ഈ കൈ ആണെങ്കിൽ കത്തി വെച്ചോ അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തോ വസ്തു വെച്ചിട്ടാണ് മുറിഞ്ഞത് എന്ന തരത്തിൽ തന്നെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ജാഫറിനെ പിന്നീട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി മാറ്റി തന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ജാഫറിന് അധികം നേരം പോലീസുകാരുടെ പക്കൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല. ഉള്ള കാര്യങ്ങൾ മുഴുവൻ പോലീസുകാരുടെ പക്കൽ തുറന്നു പറയുകയും ചെയ്തു. അതായത് ഈ മറിയം എന്ന് പറയുന്ന സ്ത്രീയെ ജാഫറാണ് കൊലപാതകം ചെയ്തത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പോലീസുകാരുടെ പക്കൽ പറഞ്ഞത്. അതായത് ഇവൻ തൊട്ടടുത്ത അയൽവാസിയും കാര്യങ്ങളൊക്കെയാണ്. ഇവന്റെ ഭാര്യ പ്രസവിച്ചതിന് ശേഷം പ്രസവാവശ്യങ്ങൾക്ക് വേണ്ടി പണം കാര്യങ്ങൾ വേണമായിരുന്നു. ഈ മറിയത്തിന്റെ കഴുത്തിലാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഇവൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരെ കൊല്ലാൻ വേണ്ടി ഇവൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം 11 മണി കഴിഞ്ഞതിന് ശേഷം ഇവരെങ്ങനെയാണ് ഒറ്റയ്ക്ക് ഉണ്ടാകുക എന്ന രീതിയിൽ തന്നെ ഇവൻ അന്വേഷിച്ചു നോക്കുകയും ചെയ്തു. അതിനുശേഷമാണ് 11:30-ക്ക് ശേഷം വീട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. വീട്ടിനകത്തോട്ട് പോയതിനു ശേഷം ഇവൻ അവരുടെ കഴുത്തിൽ നിന്നുള്ള ആഭരണങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. മറിച്ച് ഈ സ്ത്രീ ഇവനെ കണ്ടതുകൊണ്ട് തന്നെ തല പിടിച്ച് ചുമലിലോട്ട് ഇടിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ബോധംകെട്ട രീതി എന്ന രീതിയിൽ തന്നെ ആ സ്ത്രീ വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അടുക്കളയിൽ പോയതിനു ശേഷം കൂട്ടാൻ പറ്റുന്ന ഒരു കത്തിയെടുത്തതിന് ശേഷം മറിയത്തിന്റെ കഴുത്ത് അറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവനെ കൈ ചെറുങ്ങനൊന്നും മുറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മറിയത്തിന്റെ കഴുത്തിലെയും അതുപോലെ തന്നെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയിട്ട് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ ആഭരണങ്ങളെല്ലാം വിൽക്കുകയാണ് ചെയ്തത്. ഈ ആഭരണങ്ങളെല്ലാം പോലീസുകാർ പിന്നീട് റിക്കവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ജാഫറിനെ പോലീസുകാർ കോടതി കൊണ്ടുപോയി ഹാജരാക്കുകയും ചെയ്തു. പിന്നീട് ഇവർക്ക് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിന് നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.